ഹലോ, നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഔട്ടിങ്ങിന് വന്നേക്കാണ് കേട്ടോ. അച്ഛനും അമ്മയും ഞാനും അവിക്കൂട്ടും മക്കളും എല്ലാവരും ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്ഥലം മഹാബലിപുരമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കാറൊക്കെ പാർക്ക് ചെയ്ത് പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണേ. നമ്മൾ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഉച്ചമുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നേ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മഹാബലിപുരം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്, ചെന്നൈയിൽ പോകുന്നതിന് മുമ്പേ. 2 മണി സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന അങ്ങനത്തെ വെയിലായിരുന്നു കേട്ടോ. പിന്നെന്താ, ഇവിടെ ഫുള്ളിങ്ങനെ ഷോപ്പാണ്. തോനി ഹാറ്റ്സ്, പിന്നെ നമ്മുടെ ഈ വിഷറികൾ, അങ്ങനെയൊക്കെ കുറേ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ. നല്ല നല്ല മോഡൽസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമ്മൾ നേരെ കാണുന്ന ഇതിൻ്റെ പേരാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നാണ് കേട്ടോ ഈ ഒരു വലിയ കല്ലിന് പറയുന്നത്. ഇരിക്കുന്നത് കാണുമ്പോഴേ പേടിയാവും, ഇപ്പോൾ ഉരുണ്ട് വീഴുമോയെന്ന് നമുക്കൊരു ടെൻഷനാവും പെട്ടെന്ന്. പിന്നെ എന്താ, ഇവിടെ ഫുള്ളൊരു ഫോറസ്റ്റ് പ്രദേശം അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അകത്ത് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ആരോട് ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്, എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതാ ഈ കാണുന്നത് കൃഷ്ണാസ് ബട്ടർ ബോൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ത്രിമൂർത്തി കേവിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ പണ്ടെപ്പോഴോ +2 പഠിക്കുന്ന സമയത്താണ് കേട്ടോ ഇടയ്ക്കൽ ഗുഹ അവിടെയൊക്കെ പോയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഇങ്ങനത്തെ കേവ് അങ്ങനത്തെ ഇടങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മക്കളുമായിട്ടാണ് എന്തായാലും വന്നേക്കുന്നത്. 2 പേരും അങ്ങോട്ടും കൊണ്ട് കിടന്ന് ഓടുന്നുണ്ടായിരുന്നു. ഈ മലയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു, അങ്ങോട്ട് ഓടി മറിഞ്ഞു വീഴുമെന്നൊക്കെ. അങ്ങനെ എന്തായാലും 2 പേരെയും പിടിച്ചിട്ട് നമ്മൾ കേവിൻ്റെ ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. ഇവിടേക്ക് ആണെങ്കിൽ നല്ല എന്തോ ഒരു തണുപ്പോ എന്തോ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് അതിനകത്ത് പോകുമ്പോൾ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് അറിയേയില്ല. പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ത്രിമൂർത്തി കേവ് ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് വായിച്ച് അതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കൊത്തുപണി ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ഒരു വലിയൊരു ഒരു പാറ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സ്റ്റെപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ കയറി നോക്കിയപ്പോഴത്തേനും ഇതേപോലൊരു കുളമോ ഇതിൻ്റെ എന്തോ ബാത്ത് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കുറേ ഉണ്ട് ഇവിടെ, 2-3 ബാത്ത് ഉണ്ട് ഇതേപോലെ. ഓരോന്നിനും ഓരോ പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്ത് കയറിയിട്ട് എന്തോന്ന് നോക്കിയപ്പോഴത്തേക്കും 2 പേർക്കും കയറണം നിർബന്ധമായിട്ടോ. അങ്ങനെ പിന്നെ ഏട്ടൻ 2 പേര് അതിനകത്ത് ഇറക്കി കാണിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല കാറ്റും ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ കാറ്റുകൊള്ളാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് വേപ്പിൻ്റെ മരമാണ്, അതിനകത്ത് നല്ല കായൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെയൊക്കെ എനിക്ക് ഈ ഒരു സീനറി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ ഭംഗി എനിക്ക് ക്യാമറയിൽ നല്ലോണം ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു റോക്ക് സ്കൾപ്ചർ കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നമ്മുടെ ആനയെയും പിന്നെ കുരങ്ങച്ചനെയും മയിലിനെയൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ ഒരു മരത്തണലിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇനി പോകുന്ന സ്ഥലത്തോട്ടൊക്കെ അത്യാവശ്യം വെയിൽ കൊള്ളേണ്ട സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം മരത്തണലിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ നമ്മളിതാ കൃഷ്ണാസ് ബട്ടർ ബോളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു പാറ അതിങ്ങനെ വീഴാറായിരിക്കുന്നതാണ് തോന്നും കേട്ടോ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത്യാവശ്യം ഉറപ്പോടൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ അതേപോലെ കുറേ പാറകളുണ്ട് ഇവിടെ മേളിലെല്ലാം ആയിട്ട്. പിന്നെ നമ്മൾ നടന്ന് ചെന്നത് ഒരു വ്യൂ പോയിൻറ്റിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ നമ്മുടെ അത്യാവശ്യം ഈ ഏരിയ ഫുള്ള് കവറായിട്ട് കാണാൻ പറ്റുമേ. അങ്ങനെ ഇവിടെ ഇരുന്ന് കുറേ നേരം കാറ്റൊക്കെ കൊണ്ടുകൂടെ പാറപ്പുറത്തൊക്കെ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നടന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു സിംഹത്തിനെ ഇങ്ങനെ കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ മക്കൾ 2 പേരും അത് കണ്ടിട്ട് പേടിച്ച് പോയി. ഈ ഒറിജിനലാണോ എന്തുവാന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ മോൾക്ക് അത്യാവശ്യം പേടിയുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൻ്റെ പുറത്ത് കയറണം പറഞ്ഞ് കയറുകയാണ്. അങ്ങനെ ആളതിൻ്റെ പുറത്ത് കയറി ഇരിക്കുന്നത് കണ്ടിട്ട് ജീവനില്ലാത്തയാന്ന് കൺഫേം ആക്കിയിട്ട് മോനും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കിനും ഒരു കാട് പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുമ്പോഴത്തേക്കിനും റോയാ ഗോപുരമൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ റോയാ ഗോപുരത്തിലോട്ടാണ് പോണേ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ റോയാ ഗോപുരം. എല്ലാം നമ്മളിങ്ങനെ മലയൊക്കെ കയറി പോകണം. അങ്ങനെ ഈ കാണുന്നതാണ് അതിവിശാലമായ റോയാ ഗോപുരം. പക്ഷേ ഇതിന് മേൽക്കൂരയില്ല കേട്ടോ. എന്നാലും എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഇവിടെയും ഉണ്ട് ഇതേപോലെ ഫുള്ള് കൊത്തുപണികൾ. എല്ലാം ഇങ്ങനെ വോൾസിലും എല്ലാത്തിലും ഇങ്ങനെ ഓരോരോ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മാതാശ്രീ അവിടെ നടന്ന് നോക്കുന്നുണ്ട് ചുറ്റും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ മരുഭൂമിൻ്റെ കണക്കത്തെ ഒരു ഉണങ്ങിയ മരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടുത്തെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് റോക്കിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഗണേശയുടെ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പഞ്ചപാണ്ഡവ മണ്ഡപം കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ സൈഡിലായിട്ട് ഒരു വലിയ റോക്കുണ്ട് കേട്ടോ. അതിൽ ഫുള്ള് ഇതേപോലെ കട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഈ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. റിയലിസ്റ്റിക് ആയിട്ട് ജീവൻ തുടിക്കുന്നതെന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന കണക്കത്തെ വർക്കുകളായിരുന്നു കേട്ടോ അത് മൊത്തം. പിന്നെ നമ്മൾ കേവിലോട്ട് കയറുമ്പോഴത്തേക്കിന് അതിൻ്റെ എൻട്രൻസിൽ എല്ലാം നിറയെ പില്ലേഴ്സും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അതിലെല്ലാം ഓരോ വർക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കേവിലൊക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു തണുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് ചൂട് കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിയ തണുപ്പായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എല്ലാം നടന്ന് കണ്ടു. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കല്ലിക്കുട്ടി ഇതാ ഇവിടെ ഒരിടത്ത് ഇരിപ്പായി. അങ്ങനെ പിന്നെ നമ്മൾ കല്ലിക്കുട്ടിയെ വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് ബീച്ചിലോട്ട് പോവുകയാണേ. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീച്ച് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെന്താ, ഞായറാഴ്ചയുടെ തിരക്ക് ഇവിടെയും കാണാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ചുമ്മാ കടലൊക്കെ കണ്ടിട്ട് ഷോർ ടെമ്പിളിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഷോർ ടെമ്പിൾ. അപ്പോൾ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ മക്കളെ നിർബന്ധം കാരണം ബീച്ചിൽ ഇറങ്ങി കേട്ടോ. നമ്മൾ കൊല്ലംകാരാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് ബീച്ചിൽ പോകുമ്പോഴത്തേക്കിനും അവർക്ക് തിരയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ പേടിച്ചിട്ട് കരയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് പേടിയേ ഇല്ല. നമുക്ക് പേടിയാവും അവരുടെ ഈ ഒരു വെള്ളത്തിലിറങ്ങാനുള്ളൊരിത് കാണുമ്പോഴത്തേക്കിനും. മോളാണെങ്കിൽ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. തിര വരുമ്പോഴത്തേക്കിനും അവിടെ നിറയെ പേര് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ, അവർക്കൊന്നും ഒരു പേടിയില്ലാത്ത കണക്ക്. നമ്മുടെ കൊല്ലത്തൊക്കെ ആണെങ്കിൽ ലൈഫ് ഗാർഡും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ആരെയും അങ്ങനെ കണ്ടില്ല. എല്ലാവരും ഇതേപോലെ വെള്ളത്തിലാണ്. കുറച്ചുകൂടെ ഉൾഭാഗത്തോട്ടൊക്കെ കുറേ പേര് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര പേടിയാണ് അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഇവിടെ തന്നെ നിന്നിട്ട് അത്യാവശ്യം തിരമാല ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളത്തിന് തണുപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരെ ദേഹത്ത് വെള്ളം വീഴുമ്പോഴത്തേക്കിനും രണ്ടുപേർക്കും തണുക്കുന്നതൊക്കെ ഉണ്ട്. എന്നാലും അവരതൊന്നും കാണിക്കുന്നില്ല. അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ വന്നിട്ട്. അബിക്കുട്ടൻ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പാവം കരയ്ക്കാൻ ഇരുന്നതായിരുന്നു. വെള്ളത്തിൻ്റെ കൂടെ കാറ്റ് പിടിച്ചപ്പോഴത്തേന് എനിക്ക് നല്ല തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും മോളോട് ചോദിക്കുമ്പോൾ അവൾ ഇതാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പിന്നെ കുറേ പിന്നെ അബിക്കുട്ടൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മഹാബലിപുരം ബീച്ച് നമുക്ക് എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് ടെമ്പിൾ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ല. പിന്നെ അതിൻ്റെ കൂടെ എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടായിരുന്നു പിന്നെ ബീച്ചിൽ നിന്ന് കരയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മളെവിടെ പരിപാടി അഭിരുചിച്ചാലും ഇങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം മിസ്സാവാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്പോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു വട്ടോടെ എന്തായാലും വരും കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറേ സീഷൽസിൻ്റെ ഷോപ്പൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷോർട്ട് ടെമ്പിൾ മാത്രം കാണാൻ പറ്റില്ല, അതൊരു വിഷമമാണ്. എന്നാലും സാരമില്ല, അടുത്ത വട്ടം വരുമ്പം വീഡിയോ ഇടാമേ. അപ്പോൾ ബൈ.